നമ്മുടെ വീഡിയോയിൽ കാണാത്ത ആള് നമ്മുടെ വീട്ടിലുള്ള ആളിനകത്തത്. ഹലോ, അപ്പോഴേ ഇന്ന് നമ്മളെ ചേച്ചി ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയപ്പോൾ ചേച്ചി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ആൾക്കാർ ചേർന്നിട്ടൊരു വീഡിയോ, അതായത് മത്സരമൊന്നുമല്ല, അതായത് മറ്റേ അന്ന് ചെയ്ത ചലഞ്ചൊന്നുമല്ല കേട്ടോ. ഒരു ഓംലേറ്റ് 4 ആൾക്കാർ പഠിക്കും. അതിൽ ബെറ്റർ ആരതാണ് അല്ലെങ്കിൽ നല്ലത് ആരതാണ് നോക്കാം കേട്ടോ. ഇവരൊക്കെ അടുക്കള വായന വലിയ ആൾക്കാരാണ്. അപ്പം ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോക്ക് പോവാം. ഓരോരുത്തരായിട്ട് ചെയ്യണ കാണാം കേട്ടോ. അമ്മ ആരെ ജയിക്കുക? നിങ്ങളതൊക്കെ കരിഞ്ഞു പോയിട്ട് എൻ്റെ കുഴപ്പമില്ല രീതിയിലാവണേ. അപ്പോൾ ഫസ്റ്റ് അമ്മേൻ്റെ വീടാ കേട്ടോ. അപ്പൊ അമ്മ തുടങ്ങാണ്. എങ്ങനെയുണ്ട്? ചിലപ്പോ ഉപ്പ് കയറും, ഉപ്പ് കുറയും, അതൊന്നും കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുഴപ്പമുണ്ടാവുന്ന രസം ഉണ്ടാവണം. മാർക്ക് തരില്ല, സംഭവിക്കാതെ ലച്ചുന്റെ ഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ ഓംലേറ്റ് ആയിട്ട് വിചാരിക്കണം. അപ്പോൾ 4 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഇത് അമ്മേൻ്റെ പ്ലേറ്റ് ആണ്. അവിടെ കൊണ്ടുവച്ചു താങ്കളുടെ മുട്ട. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ പുതിയ ആളാണ്, നമ്മുടെ വീഡിയോയിൽ കാണാത്ത ആള്, നമ്മുടെ വീട്ടിലുള്ള ആളിനകത്തത്. എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് ഇവിടെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ. ടെൻഷൻ ചെറുതായിട്ട് ഓംലേറ്റ് അടിക്കുന്നതിനല്ല, വീഡിയോയിൽ നിൽക്കുന്നതുണ്ട്. അമ്മേൻ്റെ ഓംലേറ്റ് അവിടെ ആയിട്ടുണ്ട് കേട്ടോ. മകളുടെ ഓംലേറ്റ്, പിന്നെ മകൻ്റെത്, പിന്നെ മരുമോളത്. 4 ഓംലേറ്റ് അവിടെ വരും. മകൻ്റെത് തിന്നാനാണ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത്. പുറത്തുനിന്ന് ജഡ്ജസിനെ ഇറക്കും ഞങ്ങള്. മാത്രമല്ല നമുക്ക് കറക്റ്റ് പ്ലേറ്റ്. അമ്മ അപ്പം മോഡൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചില്ലി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ ഇതിവിടെ കഴിഞ്ഞു. ചേച്ചീൻ്റെ ഓംലേറ്റ് അടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ 2ന്റെ പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെത് കഴിഞ്ഞു. ഇനി എൻ്റെ വീടാണ്. ആദ്യം മുട്ട അരിഞ്ഞ കുഴപ്പമുണ്ടോ? മുട്ട കയ്യുമേ മുളകാക്കിയായിരിക്കും. ഉള്ളി ഒരുപാട് വേണം കേട്ടോ. ഉള്ളി നമ്മൾ ടേസ്റ്റ് അമ്മേനെ കുട്ടിയല്ലേ, മോൻചയ്ക്ക് വേണല്ലേ ഉള്ളി. ഓക്കെ,
ഇവിടെയാണ് വിജയെ തീരുമാനിക്കുന്നത്. നിമിച്ചേക്കണേ പറഞ്ഞാൽ കറക്റ്റാണ്. ആ ഉപ്പ് കറക്റ്റാണ്. നോക്കിക്കോളേ, ആ ഉപ്പ് കറക്റ്റാണ്. നിങ്ങൾ നോക്കിയാൽ അത് ഏറെയാണ്, പക്ഷെ അത് കറക്റ്റാണ്. ഇവന്റെ വിചാരക്ക് ഗ്യാസ് കത്തിക്കാൻ അറിയില്ലാതാണ്. ആ ഞാൻ അത് പറഞ്ഞോ, ഇജ്ജ് പഠിപ്പിച്ചു അടി മോനിച്ചേ, ഇവിടെ പറഞ്ഞോ. അമ്മ പഠിച്ചതമ്മ. സത്യം മനക്ക് അറിയാം ഗ്യാസ് കത്തിക്കാൻ. കത്തിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ, ഗ്യാസ് കത്തിച്ചിരിക്കുന്നു. പല പെണ്ണുങ്ങളുടെയും പല അമ്മമാരുടെയും ഒരു സംഭവമാണ്. ഗ്യാസ് കത്തിക്കാൻ പോലും അറിയില്ല. വെളിച്ചെണ്ണ കുറെ ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുന്ന അമ്മ പറയണ കേട്ടു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ കുറെ ഒഴിക്കാണ്. അതിന് കൂടി എണ്ണ വെച്ച ശേഷം എല്ലായിടത്തും മിക്സ് ചെയ്യണം. Come on. Okay. കത്തിച്ചോണ്ടിരിക്കുക. നിങ്ങളിപ്പോ ചൂടാക്കുക ചട്ടി. Come on. ഇത് ആദ്യം ഞാൻ അപ്പം വിചാരിച്ചത്, പക്ഷെ വലിപ്പം വരെ ഇനി ചില്ലി ആക്കേണ്ടി വരും. അതായത് ഇക്ക് അതേപോലെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടം അറിയോ, അല്ലാണ്ട് വേവരുത്. ഒരൊറ്റ ഹാഫ് ബോയിലിന്റെ കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് ഇതില് അതിൽ നിൽക്കണം. കമോൺ, ഞാൻ ആരെയും കാട്ടി, നിങ്ങൾ ആരെയും കാട്ടിയില്ലോ, ഞാൻ അങ്ങനെ കാട്ടും. കണ്ടോ, മതി, ഇത്ര മതി. സിമ്പിൾ. ഇഷ്ടമുള്ള ഓംലേറ്റ് ഉണ്ടാക്കുന്ന പരിപാടി. മനസ്സിലായില്ലേ? കാണു. പല ആൾക്കാർക്ക് ഗ്യാസ് എത്തിക്കാൻ അറിയില്ല, കുക്കിംഗ് അറിയില്ലൊക്കെ പറഞ്ഞ ആൾക്കാർ നോട്ട് ദ പോയിന്റ്. ഇത് ഓംലേറ്റ് ആണ് അത് കിടക്കുന്നത്. ടേസ്റ്റ് നോക്കുമ്പോൾ പക്ഷേ അടുത്തത് അപ്പം എൻ്റെ വീടാണ്. തുടങ്ങട്ടെ. എൻ്റെത് ആമ്പളര അപ്പാണോ അതോ ചില്ലിയാണോ? ചിലപ്പോ മോഡലൊക്കെ ആവും. എനിക്ക് സാധാരണ അങ്ങനെ അപ്പം പോലെ ഇഷ്ടം ഉണ്ടാക്കാനും അത് വൃത്തിയാക്കി. പുതിയൊരു മോഡലല്ലേ ഇനിയിപ്പോ ഉള്ളത് ഉണ്ടാവുന്നപ്പോ ഞാൻ ആലോചിക്കുന്നത്. 3 മോഡലായി, 4മത്തത് ഇനി എനിക്ക് പിന്നെ കൊറേ ഉള്ളിയൊക്കെ വേണം. അതെ അല്ല മുട്ടല്ലേ പറയും. അച്ഛക്ക് ഇത് അറിയില്ലല്ലോ ആരാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇടാല്ലേ?
2 3 4 ലച്ചും കിച്ചും മാത്രമല്ല അച്ഛനും കൂടി ഉണ്ട്. അച്ഛൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുള്ളൂ, അല്ലെങ്കിൽ ഇവര് ചിലപ്പോൾ അമ്മമ്മേനെ രക്ഷിക്കാൻ അല്ല അമ്മയെ രക്ഷിക്കാനൊക്കെ പറയുന്നു. അച്ഛൻ അറിയില്ലേ? അപ്പൊ അച്ഛൻ കഴിച്ചു നോക്കാണ്. ഓരോന്ന് കഴിച്ചു നോക്കിയിട്ട് ലാസ്റ്റ് ഏതാണ് ടേസ്റ്റ് എന്നുള്ളത് അച്ഛൻ പറഞ്ഞു. ഉപ്പ് കൂടുതലാ കുറവ് നോക്കി പറയണത് മറക്കോങ്ങള് 2 4 കൂടി ഇതാവും. ഇതിന് കൂടുതലാണ്. എൻ്റെ പേര് ഉപ്പ. ഇതാവൂലേ? ഇതിതാണല്ലേ? അത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത്. അപ്പൊ അമ്മൻ സത്യസന്ധമായിട്ടുള്ളത് അച്ഛൻ സത്യം തന്നെയാണ്. അപ്പൊ അമ്മേന്റെ അഭിപ്രായം പറയാട്ടോ. ഞാൻ ഇതാരതാണ് മോനിഷേണ്ടത്. ഉണ്ട്. അപ്പൊ അധികമാണ്. ഓക്കെ, അധികം തന്നെയാണ്. നിങ്ങളതല്ലേ? അത് കുഴപ്പമില്ല. അത് ഉപ്പില്ലല്ലോ ഇതില്. ഉപ്പില്ല. അതിന് ഓരോ ഭാഗത്ത് നമ്മള് ഇളക്കുമ്പോഴേ ഓരോ ഭാഗം പാകാം. വെളിച്ചെണ്ണ നല്ല ചുവക്കുന്നുണ്ട്. അത് നല്ല ഉപ്പ്. ഇത് പാകാണ്. ഇത് ഇന്റത് തന്നെ ഉപ്പ് തീരല്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ ഓംപ്ലേറ്റ് അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി പോയി, വളരെ കുറച്ച് കേട്ടോ. വിലക്ക് ഒരുപാട് കൂടിയായിരുന്നു, ഇത് കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചീൻ്റെ മുട്ടയാണ് ഉള്ളതിൽ കുറച്ച് മുന്നിൽ വെക്കണം കേട്ടോ. ബാക്കിയത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ പ്രത്യേകിച്ച്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.